നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി പിടിച്ചുവെക്കുന്നു, രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേരള, പശ്ചിമബംഗാൾ സർക്കാരുകൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി നടപടി. രാഷ്ട്രപതി ബില്ലുകൾക്ക് അനുമതി നൽകാത്തതിനെതിരെയാണ് കേരളം സുപ്രീംകോടതിയെ സമീപിച്ചത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് കേരള, പശ്ചിമബംഗാൾ ഗവർണർമാർക്ക് സുപ്രീംകോടതി നോട്ടീസ് നൽകിയത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് എന്നിവരുടെ സെക്രട്ടറിമാർക്കും കേന്ദ്ര സർക്കാരിനുമാണ് വിശദീകരണം ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് നോട്ടീസ് അയച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഗവർണർമാരുടെ സെക്രട്ടറിമാർക്കുമാണ് നോട്ടീസ്. ജസ്റ്റിസ് KB പർദിവാല, ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ഗവർണറുടെ നടപടി കേരളത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാൽ എതിർത്തു. ഓരോ തവണയും സുപ്രീംകോടതി കേസ് പരിഗണിക്കുമ്പോൾ ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണെന്ന് ബംഗാൾ സർക്കാരിനു വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ്വിയും ജയദീപ് ഗുപ്തയും ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.